എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ വന്ദനം ചെയ്യുന്നു. ഞാൻ ചിന്തിക്കുകയായിരുന്നു, കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാനും എൻ്റെ അനിയനും ഇതുവഴിയൊക്കെ നടക്കും. അപ്പുറത്താണ് ഓർത്തഡോക്സ് ചർച്ച്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഭയങ്കര പാട്ടും ഭയങ്കര ആരാധനയൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ചോദിക്കും, ഇവിടെ ഇവരെന്താ ഈ ബഹളം, എന്തിനാണ് ഇത്രയും ബഹളമൊക്കെ വയ്ക്കുന്നത്? നമ്മളവിടെ വളരെ സാവധാനതയോടെ പ്രാർത്ഥിച്ചൊക്കെ വരും, എന്താ ഇങ്ങനെ? പക്ഷേ ഇവിടെ പിന്നീട് ദൈവം എന്നെ രക്ഷാനുഭവത്തിലേക്ക് കടത്തി കൊണ്ടുവന്നു. ഇവിടെ അവിടുത്തെ ആരാധനയുടെ മധ്യത്തിൽ എനിക്കും ദൈവത്തെ ആരാധിക്കുവാനും അതെന്താണെന്ന് അനുഭവിക്കുവാനും ദൈവം ചെയ്ത കൃപകളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നെ ഇവിടെ നിർത്തിയിരിക്കുക. ദൈവത്തിൻ്റെ വിശ്വസ്തതയെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ കൃപയെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. എനിക്ക് അരമണിക്കൂറേ ദേവദാസൻ തന്നിട്ടുള്ളൂ. അതിൻ്റെ ആ സമയത്തിനുള്ളിൽ എനിക്ക് ചില കാര്യങ്ങൾ ഇവിടെ ദൈവവചനത്തിൽ നിന്ന് നിങ്ങളോട് പറയുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ഞാൻ വളരെ സാവധാനതയോടുകൂടെ ഞാൻ കാര്യങ്ങൾ പറയത്തുള്ളൂ. ഒത്തിരി ഇളക്കപ്പരിപ്പോ കാര്യങ്ങളോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. സത്യത്തിൽ ചെറിയൊരു ഭയം എനിക്കുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ. കാരണം ഈ ദൈവവചനത്തിൽ നിന്ന് ഞാൻ എന്തെങ്കിലും തെറ്റായ ഒരു കാര്യങ്ങൾ പറഞ്ഞാൽ ഞാൻ ദൈവം മുമ്പാകെ അക്കൗണ്ടബിളാണ്. അതുപോലെ തന്നെ ഈ വചനത്തിൽ നിന്ന് ഞാൻ സത്യമാണ് പറയുന്നതെങ്കിൽ കേട്ട നിങ്ങൾ അക്കൗണ്ടബിളാണ്. അത് നിങ്ങൾ എങ്ങനെ അതിനെ റെസ്പോണ്ട് ചെയ്തു എന്നതിൻ്റെ ഒരു കാര്യം ദൈവസന്നിധിയിൽ നിങ്ങൾ ബോധിപ്പിക്കേണ്ടി വരും. അപ്പം അതുപോലെ ദൈവവചനത്തിൻ്റെ മുമ്പിൽ ഇവിടെ നിൽക്കുമ്പോൾ അല്പം ഭയത്തോടു കൂടെയാണ് ഞാൻ നിൽക്കുന്നത്. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രത്യേകാൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സാധാരണ ഈ സഭായോഗങ്ങളൊക്കെയും എല്ലാവർക്കും ദൂതും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൈമാറ്റം ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ മറന്നു പോകുന്നത് ഈ ഫ്രണ്ടിലുള്ള കുഞ്ഞുങ്ങളെയും യൗവനക്കാരെയൊക്കെയാണ്. അടുത്ത ശുശ്രൂഷയിലേക്ക്, അടുത്ത ഒരു ആത്മീയ തലത്തിലേക്ക് നമ്മളൊക്കെയും ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുവരേണ്ടിയ വലിയ ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അവരെ ആരെയും മറക്കരുത്. അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ അവരോടും കൂടെ ഉള്ളൊരു ദൂത് എൻ്റെ ഹൃദയത്തിൽ ദൈവം തന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ എന്നേക്കും ഒരു ആകുമെന്നുള്ളൊരു ചിന്തയിലാണ് ഞാൻ പല കാര്യങ്ങളും പഠിപ്പിക്കാറും അവരെ മനസ്സിലാക്കുവാനും ചെയ്യുന്നത്. 2 പത്രോസ് 1-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കിയാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ 2 പത്രോസ് 1-ൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ആമേൻ സ്തോത്രം ഭക്തിയോടെ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ദൈവം നമുക്ക് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്, ദാനമായി തന്നിരിക്കുന്നത് എന്നുള്ള കാര്യം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിലും 4 മുതൽ 5 വരെയുള്ള 4-ഉം 5-ഉം വാക്യങ്ങളിൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്, ദൈവം ചെയ്ത കുറേ കാര്യങ്ങൾ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ആ തന്ന കാര്യങ്ങൾക്ക് റെസ്പോണ്ടായി നമ്മുടെ ഉത്തരവാദിത്വം എന്താണെന്നും ആമേൻ സ്തോത്രം 7 മുതൽ 11 വാക്യങ്ങളിൽ ദൈവം തരാൻ പോകുന്ന പ്രതിഫലം എന്താണെന്നുമാണ് ഇവിടെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. പ്രത്യേകാൽ ഹല്ലേലൂയ 1-ാം വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: യേശുക്രിസ്തുവിൻ്റെ ദാസനും അപ്പോസ്തലനുമായ ശീമോൻ പത്രോസ്, നമ്മുടെ ദൈവത്തിൻ്റെയും രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെയും നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്. അപ്പോൾ ദൈവം നമുക്ക് ദാനമായി തന്നിരിക്കുന്ന ഒന്നാമത്തെ കാര്യം വിലയേറിയ വിശ്വാസമാണ്. ഈ വിശ്വാസം ഈ വചനത്തിൽ നിന്ന് നമ്മൾ പഠിക്കുമ്പോൾ ഈ വിശ്വാസം നമ്മൾ നേടിയെടുത്ത വിശ്വാസമല്ല. ഇത് നമ്മൾ എന്തെങ്കിലും പെർഫോം ചെയ്ത് നമ്മുടെ കഠിനാധ്വാനം കൊണ്ട് നമ്മൾ നേടിയെടുത്ത ഒരു വിശ്വാസമല്ല ഈ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഇത് ദൈവം നമുക്ക് നൽകിയ വിശ്വാസമാണെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്. അപ്പോൾ കർത്താവിനെ അറിയുവാൻ, കർത്താവിനെ മനസ്സിലാക്കുവാൻ, കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ നമുക്ക് വിശ്വാസം വേണം. ആ വിശ്വാസം ദൈവം തന്നതാണ്. പുത്രൻ ആകർഷിക്കാതെ ആർക്കും ദൈവസന്നിധിയിലേക്ക് കടന്നു വരാൻ കഴിയത്തില്ല. അപ്പോൾ കർത്താവിനെ അറിയുവാൻ എൻ്റെ ഉള്ളിൽ ദൈവം
ദാനമായി തന്ന അതിമഹത്തേറിയൊരു കാര്യമാണ് വിശ്വാസം. ലൂദിയയുടെ ഹൃദയം ദൈവം തുറന്നതുപോലെ, കർത്താവിനെ അറിയുവാൻ അവൾക്ക് കൃപ ലഭിച്ചതുപോലെ, കാലാകാലങ്ങളായി അവിടിവിടങ്ങളായ നമ്മളെ ദൈവം അവൻ്റെ വിശ്വാസം നമ്മുടെ ഉള്ളിൽ തന്ന് അവനെ വിശ്വസിക്കുമാറാക്കിയതാണ്. അതുകൊണ്ടാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്, ഈ വിലയേറിയ വിശ്വാസത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? പോരാടണം. ഈ അതിവിശുദ്ധ വിശ്വാസത്തിന് വേണ്ടി. അപ്പോൾ നിസ്സാര കാര്യമാണോ ഈ വിശ്വാസം? ഈ വിശ്വാസം ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ അന്ത്യം എന്തായിരുന്നേ? ഒന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? നിത്യ നരകത്തിൽ എല്ലാ കാലവും അവിടെ വസിക്കേണ്ടി വന്നേനെ. എൻ്റെ അപ്പച്ചൻ സ്നേഹിച്ചതുകൊണ്ട് അവിടെ പോകാതിരിക്കാൻ ഈ വിശ്വാസം എനിക്ക് തന്നു. നേടിയതല്ല, വചനം പറയുന്നു ഞാൻ നിനക്ക് തന്നതാണ്. ഒന്നാമത്തെ കാര്യം ദൈവം നമുക്ക് തന്നത് വിശ്വാസമാണ്. അതുകൊണ്ട് ഈ വിശ്വാസം നിസ്സാര കാര്യമല്ല, അത് ലഘുവായിട്ട് എടുക്കേണ്ട കാര്യമല്ല. ഞാൻ എത്രയോ ആൾക്കാരോട് സുവിശേഷം പറഞ്ഞിട്ടുണ്ട്, എത്രയോ ആൾക്കാരോട്. അവർക്കത് മനസ്സിലാകുന്നില്ല. വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടാണോ? ബുദ്ധിക്ക് വല്ല കുറവുള്ളതുകൊണ്ടാണോ? അവർക്ക് വേറെ കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയാത്തതുകൊണ്ടാണോ? എത്രയോ വലിയ വലിയ കാര്യങ്ങൾ ഗ്രഹിക്കുന്ന ആൾക്ക് ചെറിയ ലഘുവായ സുവിശേഷം പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. പക്ഷെ നമുക്ക് അത് വിശ്വസിക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ തന്നു. ദൈവത്തെ എത്ര സ്തുതിച്ചാൽ മതിയാകും. ഹല്ലേലൂയ. രണ്ടാമത്, കാരണം ഇതൊക്കെ എന്തിനാ ദൈവം തന്നതെന്നുള്ളൊരു കാര്യം പറയാൻ വേണ്ടിയാണ്. രണ്ട്, ദൈവത്തിൻ്റെയും നമ്മുടെ കർത്താവായ യേശുവിൻ്റെയും പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. ഇവിടെ രണ്ടാമത് എഴുതിയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ പറയാൻ പോകുന്ന കാര്യത്തോടല്ല, ഈ രണ്ടാമത്തെ വാക്ക് ഒരു പ്രത്യേക വാക്യമാണ്. ദൈവത്തിൻ്റെയും നമ്മുടെ കർത്താവായ യേശുവിൻ്റെയും പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്, ഗ്രേസ് ആൻഡ് പീസ് ബി മൾട്ടിപ്ലൈഡ് ടു യു ഇൻ ദ നോളജ് ഓഫ് ഗോഡ് ആൻഡ് ഓഫ് അവർ ജീസസ് ക്രൈസ്റ്റ്. കൃപയും സമാധാനവും. വചനം പറയുക, നിങ്ങൾക്ക് വേണോ? ഇവിടെ ആർക്കാ സമാധാനം വേണ്ടാത്തേ? ഇവിടെ ആർക്കാ കൃപ വേണ്ടാത്തേ? ഈ രണ്ട് നമുക്ക് വേണം അല്ലേ? സമാധാനം വേണം, കൃപ വേണം. വചനം പറയുവാണ്, ഇത് നിങ്ങൾക്ക് പെരുകും, മൾട്ടിപ്ലൈ ചെയ്യും, മൾട്ടിപ്ലിക്കേഷനായിട്ട് പെരുകും. എങ്ങനെയാണെന്നറിയോ? ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ. ദൈവം ആരാണെന്നുള്ളൊരു ബോധ്യം നമ്മളെ ഭരിക്കാൻ തുടങ്ങിയ, നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന കാര്യം, കൃപ എങ്ങ് പെരുകും. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നമ്മൾക്കുണ്ടാവും. വചനം പറയുന്ന, നിങ്ങളൊന്ന് വായിച്ചു നോക്കിക്കേ. ദൈവത്തിൻ്റെയും നമ്മുടെ കർത്താവായ യേശുവിൻ്റെയും പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട വാത്സല്യ എൻ്റെ യൗവനക്കാരോട്, എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, എങ്ങനെയാണ് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം, യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനം നിങ്ങൾക്ക് ലഭിക്കാൻ കഴിയുന്നത്? ഒറ്റ വഴിയേ ഉള്ളൂ, വിശുദ്ധ വേദപുസ്തകം. നമുക്ക് ദൈവത്തെ തേടി കണ്ടുപിടിക്കാൻ പറ്റാത്തത് കൊണ്ട് ദൈവം ആരാണെന്ന് വെളിപ്പെടുത്തിയ ഒരൊറ്റ പുസ്തകമേ ഉള്ളൂ, വിശുദ്ധ വേദപുസ്തകം. എൻ്റെ ജീവിതത്തിൽ ഞാൻ എടുത്ത ദുഃഖിക്കാത്ത ഏറ്റവും വലിയൊരു തീരുമാനം എന്താണെന്നറിയാം പാസ്റ്ററെ? ദൈവവചന ധ്യാനം. ഒരു ദിവസം പോലും മുടക്കാൻ പറ്റത്തില്ല. ഇതല്ലാതെ വേറൊരു ബൈബിളും കൂടെ എനിക്കുണ്ട്, ന്യൂ ലിവിങ് ട്രാൻസ്ലേഷൻ്റെ NLT, ലൈഫ് ആപ്ലിക്കേഷൻ സ്റ്റഡി ബൈബിൾ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ വായിക്കുമ്പോൾ എനിക്ക് ഗ്രഹിക്കാനും മനസ്സിലാക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഇച്ചിരി പൈസയൊക്കെ മുടക്കി ഒരു ന്യൂ ലിവിങ് ട്രാൻസ്ലേഷൻ, അത് ഇംഗ്ലീഷാണ്, വളരെ ലഘുവായിട്ടുള്ള ഇംഗ്ലീഷിൽ നമുക്ക് ആർക്കും മനസ്സിലാകുന്നത് പോലെ ഒരു സ്റ്റഡി ബൈബിളാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ താഴെ അതിൻ്റെ എക്സ്പ്ലനേഷനും കൊടുത്തിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ എത്ര പൈസ വെറുതെ കളയുന്നുണ്ടല്ലേ? കുറച്ച് പൈസ നമ്മൾ ശേഖരിച്ച് വെച്ച് നിങ്ങളൊരു സ്റ്റഡി ബൈബിൾ വാങ്ങണം. നിങ്ങളുടെ പപ്പയോടോ മമ്മിയോടോ പറഞ്ഞാൽ അവർ സന്തോഷത്തോടെ ചെയ്തു തരും. കുറച്ച് നാളെടുത്താലും കുഴപ്പമില്ല. നിങ്ങളൊരു സ്റ്റഡി ബൈബിൾ വാങ്ങിയിട്ട്, ഓക്കെ, ന്യൂ ലിവിങ് ട്രാൻസ്ലേഷൻ, അത് വളരെ ലഘുവായിട്ടുള്ള ഒരു ട്രാൻസ്ലേഷനാണ്. നിങ്ങൾ
ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങൾ കൺസിസ്റ്റൻ്റായിട്ട് വായിക്കണം. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ, വചനം വായിക്കുമ്പോൾ ഒരു ഉദ്ദേശത്തോടെ ആയിരിക്കണം അത് ചെയ്യേണ്ടത്. ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഏറ്റെടുത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു നിലയിലേക്ക് നിങ്ങളെ ദൈവം കൊണ്ടുപോകും. അപ്പോൾ ഈ വാച്ച് ഞാൻ കെട്ടിയിരിക്കുന്ന സമയം കാണാൻ വേണ്ടിയാണ്. ദൈവവചനം എന്തിനാണ് വായിക്കേണ്ടത്? ഞാൻ പറയും, പലരും പറയും ഇതിൽ നിന്ന് ദൈവം എന്നോട് സംസാരിക്കണം. ചിലവർ പറയും എൻ്റെ കുറിവുകളൊക്കെ വെളിപ്പെടുത്തി തരണം. പലർക്കും പല അഭിപ്രായങ്ങളാണ്. ഞാൻ വേദപുസ്തകം വായിക്കുന്നത് ഒറ്റ ഉദ്ദേശത്തിലാണ്. ഇതിൽ നിന്ന് എൻ്റെ രക്ഷിതാവായ കർത്താവ് ആരാണെന്ന് എനിക്കറിയണം. ഓരോ അധ്യായം വായിക്കുമ്പോഴും അല്ലെങ്കിൽ ഓരോ പാസേജ് വായിക്കുമ്പോഴും ഒരു നോട്ട്ബുക്ക് സൈഡിൽ വെച്ചേക്കും. ഈ വായിച്ചതിൽ നിന്ന് എൻ്റെ ദൈവം ആരാ എന്നെനിക്കിതിൽ മനസ്സിലാകണം. അവൻ്റെ സ്വഭാവം എന്താ, അവൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അവൻ്റെ വിശേഷത എന്തൊക്കെയാണ്, അവൻ എങ്ങനെയാണ് ഇടപെടുന്നത്, അവൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നൊക്കെ അറിയാൻ ഇങ്ങനെ എഴുതി വെക്കും. അങ്ങനെ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാകുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ പാപബോധമാണ്. നിങ്ങളാരാണെന്ന് നിങ്ങൾക്കൊരു സ്വയബോധ്യം ഉണ്ടാവും. യെശയ്യാ പ്രവാചകൻ ദൈവത്തെ കണ്ടപ്പോൾ ശക്തമേറിയ ആരാധനയാണല്ലേ. ഒരു ശക്തമേറിയ ആരാധന, ഇപ്പോൾ ഇവിടെ ഒരു ശക്തമേറിയ ആരാധനയൊക്കെ നടന്നെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ആ ആരാധനയോട് ചേർന്ന് നമ്മൾ ദൈവത്തെ ആരാധിക്കും. ഇവിടെ യെശയ്യാവ് ദൈവത്തെ കണ്ടപ്പോൾ അവൻ ആരാധനയല്ല വന്നത്, അവന് പാപബോധമാണ് വന്നത്. അയ്യോ എനിക്ക് കഷ്ടം, ശുദ്ധിയില്ലാത്ത അധരമുള്ളൊരു മനുഷ്യൻ, പ്രവാചകനാണ്, ശുദ്ധിയില്ലാത്ത മനുഷ്യരുടെ നടുവിൽ ഞാൻ വസിക്കുന്നു. ദൈവത്തെ കണ്ടപ്പോൾ അവൻ ആരാണെന്നൊരു സ്വയബോധം ഉണ്ടായി. ഇതുപോലെ തന്നെയാണ് ദൈവവചനം വായിക്കുമ്പോൾ കർത്താവ് ആരാണെന്നുള്ളൊരു വെളിപ്പാട് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമുക്കുണ്ടാകുന്നത് പാപബോധം കുറവുകളാണ്. അവിടെ ഇരുന്ന ദൂതന്മാർ പറഞ്ഞോ നീ കുറവുള്ളവനാണെന്ന്? ദൈവം അവനോട് പറഞ്ഞോ നീ ശുദ്ധിയില്ലാത്ത അതരമുള്ളവനാണെന്നില്ല. അവന് സ്വയബോധം ഉണ്ടാവുക. പത്രോസ് വലിയൊരു അത്ഭുതത്തിൻ്റെ മീൻപിടുത്തമൊക്കെ കഴിഞ്ഞ് കർത്താവ് ഒരു വലിയൊരു അത്ഭുതം അവനെ കാണിച്ചു. അവൻ അടുത്ത കാര്യം എന്താ അവനോട് പറഞ്ഞേ? ദൈവമേ, ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ്, എന്നെ വിട്ട് പോകണം. കർത്താവ് അവനോട് പറഞ്ഞു നീ ഒരു പാപിയാണെന്ന്. ദൈവസാന്നിധ്യം അനുഭവിച്ചു. സക്കായി കർത്താവിനെ കാണണമെന്ന് വളരെ ആഗ്രഹം, ഒത്തിരി കേട്ടിട്ടുണ്ടാവും. അവൻ്റെ പരിമിതികളെയൊക്കെ മറന്ന് അവൻ ഒരു കാട്ടത്തിമേൽ വലിഞ്ഞു കയറി കർത്താവിനെ കാണാനുള്ള വലിയ ദാഹത്തോടെ അവൻ അവിടെ ഇരുന്നു. കർത്താവിനെ നോക്കി, ഇന്ന് ഞാൻ നിൻ്റെ ഭവനത്തിൽ ഞാൻ വരുക. കർത്താവും അവനുമായി ചില സംഭാഷണങ്ങളൊക്കെ നടന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവൻ അടുത്ത് പറഞ്ഞത് എന്താ? എൻ്റെ സമ്പാദ്യത്തിൻ്റെ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുക. ചതിവായി എന്തെങ്കിലും വാങ്ങിച്ചുണ്ടെങ്കിൽ 4 ഇരട്ടി കൊടുക്കുക. കർത്താവിനോട് പറഞ്ഞു നീ ഇത് കൊടുക്കാൻ. അവന് സ്വയബോധം ഉണ്ടാകുക. ദൈവ സാന്നിധ്യത്തിൻ്റെ അടുക്കിലേക്ക് നമ്മൾ വരുമ്പോൾ ഒന്നാമത് നമുക്ക് വരും നമ്മുടെ കുറവുകളാണ്. എല്ലാ പ്രാർത്ഥനയും എടുത്ത്, നെഹമ്യാവിൻ്റെ പ്രാർത്ഥന എടുത്ത് നോക്കിക്കോ, ദാവീദിൻ്റെ പ്രാർത്ഥന, അവൻ ആദ്യം അവൻ്റെ കുറവുകളെ ദൈവസന്നിധിയിൽ വെളിപ്പെടുത്തുക. ദൈവം എന്നോട് ക്ഷമിക്കണം, എൻ്റെ പിതാക്കന്മാരുടെ പാവം, എൻ്റെ പാവം എന്നോട് ക്ഷമിക്കണമേ. അപ്പോൾ ദൈവ സാന്നിധ്യത്തിൻ്റെ അടുക്കിലേക്ക് ആദ്യമായി നമ്മൾ വരുമ്പോൾ നമുക്ക് വരുന്നത് നമ്മുടെ കുറവുകളാണ്. അപ്പോൾ എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു ബൈബിൾ വാങ്ങണം, വായിക്കണം. കർത്താവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നിങ്ങൾ വളർന്നാൽ നിങ്ങളെ ഏത് ശക്തി വന്നടിച്ചാലും എന്തൊക്കെ ചെയ്താലും നിങ്ങൾ പാറ പോലെ ഉറച്ചു നിൽക്കും. സമാധാനം നിങ്ങളുടെ ഉള്ളിൽ വാഴാൻ തുടങ്ങും. കാരണം നിങ്ങൾക്കറിയാം, എൻ്റെ ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. അത് നമ്മൾ ചില അറിവിൽ നിന്ന് പറയുന്നതല്ല, നമ്മുടെ അനുഭവത്തിൽ നിന്നും വചന പരിജ്ഞാനത്തിൽ നിന്നും വചന വെളിപ്പാടിൽ നിന്നും നമ്മളത് പ്രഖ്യാപിക്കുന്നതാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് നന്മകൾ കിട്ടണമെന്ന് മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ. ദൈവമേ, എന്നെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണം, ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനാൽ എന്നെ നിറയ്ക്കണം. ഈ പ്രാർത്ഥനയും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ ചേർക്കണം. എന്ത്? ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവ്. നമ്മൾ വചനം വായിച്ചാൽ കുറേ ജ്ഞാനം കിട്ടും, അതുകൊണ്ട് കാര്യമില്ല.
ഇത് വെളിപ്പാടായിട്ട് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴേ നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരം ഉണ്ടാകത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കുഞ്ഞുങ്ങളത് ചെയ്യുവോ? ഒരു ബൈബിൾ വാങ്ങുവോ? വാങ്ങിയാൽ നിങ്ങളെന്നെ ഒരു നാളിൽ പറയും, അച്ചാച്ചൻ ഇത് പറഞ്ഞത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായെന്ന് പറയും. ഏറ്റവും അനുഗ്രഹമായെന്ന് നിങ്ങൾ പറയും. നിങ്ങളത് ചെയ്യണം. ഒരു കാര്യം കൂടെ പറയാം. വചന ധ്യാനം എന്ന് പറഞ്ഞാൽ ഭയങ്കര എൻജോയബിളാണ്, ഭയങ്കര സന്തോഷം തരുന്നൊരു സംഭവം. ഇത് എന്തെന്നില്ലാത്ത ആനന്ദം തരുന്നതാ. പക്ഷേ കർത്താവിൻ്റെ വചനം പറയുന്നു, നീ പൂർണ്ണ മനസ്സോടെ എന്നെ, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ അന്വേഷിച്ചാൽ മാത്രമേ എന്നെ കണ്ടെത്താൻ കഴിയത്തുള്ളൂ. ചുമ്മാതങ്ങ് നമുക്ക് ചെയ്താൽ ദൈവത്തെ വെളിപ്പെടുത്തി നമുക്ക് കിട്ടത്തില്ല. ദൈവം അത് ചെയ്യത്തില്ല. കർത്താവിനോട് പ്രാർത്ഥിക്കണം, എൻ്റെ അപ്പ, നിൻ്റെ മുഖം ഇതിൻ്റെ അകത്ത് കാണുന്നത് വരെയും നീ എന്നെ ഇവിടെ ഇരുത്തണം. നിൻ്റെ മുഖം ഇവിടെ തെളിവായി വരുന്നത് വരെയും നിൻ്റെ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് എന്നെ ഇറക്കണം. അന്നപ്പോഴാണ് ചില മുത്തുകളും ചില പവിഴങ്ങളും ചില വിലയേറിയ കാര്യങ്ങൾ, നമ്മൾ ഇതുവരെ അറിയാത്ത പല ആത്മീയ മർമ്മങ്ങൾ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരും. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ദൈവത്തോട് വലിയൊരു ഭയമുണ്ടാവും, ബഹുമാനമുണ്ടാവും, ആദരവുണ്ടാവും. അപ്പോൾ നമ്മൾ ഇവിടെ വർഷിപ്പിനൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ കളിതമാശയായിട്ട് ചെയ്യത്തില്ല. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ദൈവത്തോട് എന്തെന്നില്ലാത്ത ഒരു ബഹുമാനവും കടപ്പാടും സ്നേഹവും വർദ്ധിക്കും. കാരണം ദൈവം ആരാണെന്നൊരു ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ട്. ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ ആളത്വം, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ ശിക്ഷണം, ദൈവത്തിൻ്റെ കോപം, ഇതൊക്കെ നമുക്ക് ഒരു സ്വയബോധം നമുക്കുണ്ടാകുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്തൊരു ആരാധന വെളിപ്പെട്ട് വരും. അതാരും പ്രേരിപ്പിക്കണ്ട, അതാരും നമ്മളെ ഉപദേശിക്കുക പോലും വേണ്ട. ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. അല്ല, നമ്മുടെ ജീവിതത്തിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. ഇങ്ങനെ കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, വചന ധ്യാനത്തിൽ കൂടെ നമുക്ക് ലഭിക്കുന്നത്. കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ചില പ്രവർത്തികൾ ദൈവം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഞാൻ എവിടെ ജോലിക്ക് പോയാലും എൻ്റെ വലിയൊരു താല്പര്യമാണ്, ഒരു വട്ടമെങ്കിലും എല്ലാവരും സുവിശേഷം അറിയണം. അപ്പോൾ ഞാൻ എൻ്റെ സ്ഥാപനത്തിൽ പൂനെയിലാണല്ലോ, അവർക്ക് യേശുവിനെ കുറിച്ചൊന്നും അത്രയ്ക്കൊന്നും അറിഞ്ഞുകൂടാ. ചിലവർക്ക് യേശു എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാ. അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ വലിയൊരു ദാഹമാണ്, ഒരു വട്ടമെങ്കിലും സത്യസുവിശേഷം അറിയണം. അപ്പോൾ ഒരു സ്ഥാപനത്തിൽ നമുക്ക് ചെല്ലുമ്പോൾ അങ്ങനെ സുവിശേഷം പറയാനുള്ള അധികാരമില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഓരോ പ്രോട്ടോകോൾസ് ഉണ്ട് ഓരോ സ്ഥാപനത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ. നമ്മൾ അവരെയും മാനിക്കണം, അവരുടെ പ്രോട്ടോകോൾസ് നമ്മൾ ശീലിക്കണം. പക്ഷേ ഞാൻ ഈ അപ്പോസ്തല പ്രവൃത്തിയിലൊക്കെ വായിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ വലിയൊരു ദാഹം, കർത്താവേ, എനിക്ക് ഒരു വട്ടമെങ്കിലും ഈ സുവിശേഷം ഒന്ന് പറയണം. അപ്പം ഞാൻ വചനം വായിച്ചു, ഇതിൽ നിന്ന് എനിക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ വചനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം, നീ ആദ്യം പറയൊന്നും വേണ്ട, നിൻ്റെ ജീവിതം അവിടെ കാണിച്ചാൽ മതി. 2, നീ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം നിനക്ക് അവസരം നൽകും. നീ പ്രാർത്ഥിച്ചാൽ നിൻ്റെ ആഗ്രഹം അതല്ലേ, ദൈവഹിതപ്രകാരമുള്ളൊരു ആഗ്രഹമാണ്, മറ്റൊന്നുമല്ല. എനിക്ക് അവർ സുവിശേഷം ഒന്ന് അറിയണം, അതെൻ്റെ ആഗ്രഹമാണ്. എനിക്ക് ചെറിയ ഭയമുണ്ട്, ഇവരെങ്ങനെയാണ് പ്രതികരിക്കും എന്നുള്ളൊരു ഭയവും എൻ്റെ ഹൃദയത്തിലുണ്ട്. ഞാൻ അപ്പച്ചനോട് പറഞ്ഞു, പാപ്പ, ഇതെൻ്റെ ആഗ്രഹമാണ്. അപ്പോൾ അവിടെ നമുക്ക് കഴിഞ്ഞ ദുഃഖവെള്ളി, അവിടെ ദുഃഖവെള്ളിക്കൊക്കെ അവധിയൊന്നുമില്ല, ഇവിടെ അവധി കൊടുക്കുന്ന പോലെ അവരതൊന്നും ആഘോഷിക്കുകയോ അങ്ങനെ ആചരിക്കുന്ന ആൾക്കാരല്ല. അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ട്രാക്റ്റ് കൊടുക്കണം ഈ ദുഃഖവെള്ളിയെ സംബന്ധിച്ച്. ഇവിടെ നമ്മൾ ദുഃഖവെള്ളി എന്ന് പറയാവുന്നത് ഗുഡ് ഫ്രൈഡേയാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്തു, ഞാനൊരു പെൺകുട്ടിയുടെ ഒരു 10-20 വയസ്സ് കാണുമായിരിക്കും, ഒരു സാക്ഷ്യം കേട്ടു. നമ്മുടെ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ എബി അയിരൂർ പാസ്റ്ററിൻ്റെ സഭയിൽ കൂടി വരുന്നൊരു പെങ്കൊച്ച, 10-20 വയസ്സ് കാണുമായിരിക്കും. ആ കൊച്ചിൻ്റെ ഒരു സാക്ഷ്യം ഞാൻ കേട്ടു, 10-15 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ അവൾ ഒരു ലേഖനം, ഒരു സുവിശേഷത്തിൻ്റെ ഒരു ട്രാക്റ്റൊക്കെ എഴുതി അനേക ആൾക്കാർക്ക് വിതരണം ചെയ്യുന്നുണ്ടെന്നൊക്കെ ഞാൻ ആ സാക്ഷ്യത്തിൽ കൂടെ കേട്ടു. അപ്പോൾ എനിക്ക് വലിയൊരു ആഗ്രഹം, ഈ കുഞ്ഞിന്, ഈ ചെറിയ പ്രായത്തിൽ ഇവൾക്ക് ഇത്രയും തീഷ്ണത വരാൻ ദൈവം അതുപോലെ അവളുടെ ഹൃദയത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ സഭയായിട്ട് കോൺടാക്റ്റ് ചെയ്തു. ഈ പെൺകുട്ടി എഴുതിയ ആ സുവിശേഷത്തിൻ്റെ ട്രാക്റ്റ് എനിക്കൊന്ന് വേണമെന്ന് പറഞ്ഞ് ഞാൻ അവരെ ബന്ധപ്പെട്ടു. അവരെനിക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും അയച്ചു തന്നു. ഞാൻ ഇതുവരെ വായിച്ചതിൽ ഏറ്റവും മനോഹരമായ ഒരു ട്രാക്റ്റ്, സുവിശേഷത്തിൻ്റെ എല്ലാ ഘടകങ്ങളും അതിൻ്റെ അകത്തുണ്ട്. അത് ഞാൻ എന്ത് ചെയ്തു, ഞാൻ എടുത്തു, ഞാൻ കുറച്ച് എഡിറ്റൊക്കെ ചെയ്തു, വളരെ ഷോർട്ടായിട്ട്. നമുക്കറിയാമല്ലോ നമ്മുടെ ട്രാക്റ്റുകളൊക്കെ
ഉള്ള ദൈവവചനം എല്ലാം അതിൻ്റെ അകത്ത് കുത്തി നിറയ്ക്കും. 3-4 പേപ്പറാണ്. എന്നിട്ട് പേപ്പർ വഴിനീളം ഇങ്ങനെ കിടക്കുന്ന നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ മനസ്സിലാക്കി, എൻ്റെ ഒരു ചിന്തയാണ്, ഇത് മഹാരാജാവിൻ്റെ ഒരു ഇൻവിറ്റേഷനാണ്. അപ്പോൾ ഞാൻ മറ്റുള്ളവരെ നിരുത്സാഹപ്പെടുത്തുകയല്ല, എൻ്റെ ഹൃദയത്തിൽ വന്ന ഞാനിത് കൊടുക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റായ രീതിയിലേ കൊടുക്കാൻ പാടുള്ളൂ. നമ്മളിഷ്ടം പോലെ പൈസ വെറുതെ ചെലവുന്നു. ഞാൻ ഇച്ചിരി പൈസ അതിൻ്റെ അകത്തോട്ട് ചിലവിട്ട് ഞാനത് നന്നായിട്ട് ഡിസൈൻ ചെയ്ത് ആ ഒരു ഷോപ്പിൽ കൊടുത്ത് ഏറ്റവും നല്ല പേപ്പർ കണ്ടാൽ അവിടെ വീട്ടിൽ ഫ്രെയിം ചെയ്ത് വെക്കുന്നത് പോലെ ഒരു പേപ്പർ ചെയ്തിട്ട് ഇത് ഞാൻ എല്ലാവർക്കും കൊടുക്കാം. പക്ഷേ എനിക്ക് അവരുടെ സ്ഥാപനത്തിൽ ചെന്ന് ഇങ്ങനെ കൊടുക്കാൻ പാടില്ല. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, നീ ഒരു മെയിൽ അയക്ക്, HR-ന് മെയിൽ അയക്ക്. ഞാൻ മെയിൽ അയച്ചു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഗുഡ് ഫ്രൈഡേ ആണല്ലോ, എനിക്ക് ഇതിൻ്റെ ഒരു സന്ദേശം എല്ലാവരോടും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അവർ പറഞ്ഞു, നീ എന്താണ് എഴുതാൻ പോകുന്നത്, ഞങ്ങൾക്ക് ആദ്യം ഒന്ന് അയച്ചു തരാൻ പറഞ്ഞു. അപ്പോൾ അവരത് വായിച്ചു. അവരെന്നെ വിളിച്ചു, HR-ൻ്റെ ഓഫീസിലേക്ക് എന്നെ വിളിച്ചു. അവർ സംസാരിച്ചു. ലോങ് സ്റ്റോറി ഷോർട്ട്, ദൈവം എനിക്ക് അനുകൂലമായി പ്രവർത്തിച്ചു. അവനോട് പറഞ്ഞു, നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് ഇട്ടോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് ഇട്ടോളാം, പക്ഷേ എനിക്ക് പേഴ്സണലായിട്ട് കൊടുക്കണം. അപ്പോൾ അവരെന്നോട് ഒരു നിബന്ധതയെ പറഞ്ഞുള്ളൂ, നിനക്കിഷ്ടമുള്ള എന്ന് പറഞ്ഞാൽ വലിയ ബഹളം അങ്ങനെ ഒന്നും ഉണ്ടാക്കരുതെന്നാണ് അവരുടെ ചിന്ത. നിൻ്റെ ഫ്രണ്ട്സിനൊക്കെ നീ കൊടുത്തോളാൻ പറഞ്ഞു. എല്ലാവരും എൻ്റെ ഫ്രണ്ട്സാണ്. ഞാൻ എല്ലാവർക്കും അത് കൊടുത്തു. ഒരൊറ്റ ട്രാക്റ്റ് പോലും നിലത്ത് വീടുന്നത് ഞാൻ കണ്ടിട്ടില്ല. എല്ലാവർക്കും ഞാനത് കൊടുത്തു. അത് കൊടുത്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിലുണ്ടായ ഒരു സന്തോഷം, ഒരു അഭിമാനം. ഞാൻ സ്വർഗത്തെ പ്രതിനിധിയായി ഞാൻ ചെയ്യുകയാണെന്നുള്ള വലിയൊരു എന്തെന്നില്ലാത്ത ഒരു അഭിമാനവും ഒരു സന്തോഷവും എനിക്ക് വലിയൊരു പ്രൗഡ് ഫീലിംഗ് ആണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ദൈവവചനം വായിക്കുമ്പോൾ പല മേഖലകളിലേക്കും ദൈവം നമ്മളെ നയിക്കും. ഇതൊക്കെ ഞാൻ ചെയ്തതാണോ? ദൈവം എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്, അവൻ്റെ കൃപയാണ്. അപ്പോൾ ദൈവം പല വിധങ്ങളിൽ നമ്മളെ ഉപയോഗിക്കും. വചനധ്യാനത്തിൽ കൂടെ ദൈവം നമ്മളോട് ഇടപെടും. ദൈവം നമുക്ക് ചില ദൗത്യങ്ങൾ തരും. ദൗത്യം ചെയ്യുവാനുള്ള കൃപയും കൂടെ ദൈവം നമുക്ക് നൽകും. അവസാനം നമുക്ക് മഹത്വം മുഴുവനും കർത്താവിന് കൊടുക്കാനേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ കർത്താവ് ആദ്യം തന്നെ നമുക്ക് വിശ്വാസമാണെന്ന് പറഞ്ഞു. 3-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നത്, തൻ്റെ മഹത്വത്താലും വീര്യത്താലും വിളിച്ചവൻ്റെ പരിജ്ഞാനത്തിൽ. ഇപ്പോൾ 2-ാമത്തെ ഒരു കാര്യം ദൈവം നമുക്ക് തന്നത്, ദൈവം ഒരു വിളിയാണ്, ഒരു കോളിംഗ്. ഒരു വൈറ്റ് ഹൗസിൽ നിന്നൊരു കോളിംഗ് നമുക്ക് ട്രംപ് തന്നാൽ നമ്മളെ പോകും അല്ലേ? നമ്മൾ നല്ല കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് നല്ല രസമായിട്ട് നമ്മൾ പോകും. പക്ഷേ ഈ കോളിങ്, വിളി എവിടെ നിന്നാണ് വന്നേക്കുന്നത്? സ്വർഗത്തിൽ നിന്നൊരു വിളിയാണ്. എങ്ങോട്ടാ? സ്വർഗത്തിലേക്ക് വരാൻ. നമുക്ക് കിട്ടിയ വലിയ ഭാഗ്യമാണ്. എന്ത്? സ്വർഗത്തിലെ ദൈവം നമ്മളെ പേര് ചൊല്ലി വിളിച്ചേക്ക് ഒരു കോളിങ് ദൈവം നമുക്ക് നൽകിയിരിക്കുക. എങ്ങോട്ട് പോകാൻ? സ്വർഗത്തിലേക്ക് പോകാൻ. പ്രൈസ് ദി ലോർഡ്. അല്ല അമേരിക്കയിലോട്ട് അവിടെ അല്ല, സ്വർഗത്തിലോട്ട് പോകാൻ സ്വർഗസ്ഥനായ ദൈവം ഏഴകളായ നമ്മളെ വാ മക്കളെ എന്ന് പറഞ്ഞ് വിളിച്ചേക്കുക. ഞാൻ സ്വർഗത്തിൽ കൊണ്ടുപോകാമെന്ന്. എത്ര വലിയ ഭാഗ്യം. തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്തിൽ അവൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടുന്നതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അപ്പോൾ ജീവനും ഭക്തിക്കും വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത കാര്യമാണ് അവൻ്റെ ദിവ്യശക്തി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. ഈ ശക്തിയില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ ആലയമൊക്കെ പണിയുവാൻ നമുക്ക് പണം വേണം, ആൾക്കാർ വേണം, പല കാര്യങ്ങളൊക്കെ വേണം. പണമില്ലാതെ നടക്കത്തില്ല അല്ലേ? പക്ഷേ ദൈവസഭ പണിയാൻ ഇതൊന്നും പ്രയോജനപ്പെടത്തില്ല. ഇതിന് വേണ്ടുന്നത് ആത്മീയ ദൈവസഭയെ, കർത്താവിൻ്റെ ശരീരത്തെ പണിതെടുക്കാൻ ആ കാഴ്ചപ്പാടോടെ ദൈവവചനപ്രകാരം, ദൈവാലോചന പ്രകാരം, ദൈവത്തിൻ്റെ വ്യവസ്ഥതയ്ക്കനുസരിച്ച് ഒരു വ്യക്തിയെ ദൈവം പണിതെടുക്കണമെങ്കിൽ അവൻ്റെ മേൽ വ്യാപരിക്കുന്ന ഒരു അത്യന്ത ശക്തിയുണ്ട്. അത് പരിശുദ്ധാത്മ ശക്തിയാണ്. ഈ ശക്തിയില്ലാതെ ഒരു പണിയും നടക്കത്തില്ല. അത് വിദ്യാഭ്യാസമെന്നോ അതിന് കഴിവെന്നോ അതിന് എലിക്വൻസ് എന്നോ ഒന്നുമല്ല. ഒരു സാധാരണ മുക്കുവനെ കൊണ്ട് ദൈവം ഈ വചനം എഴുതിപ്പിച്ചേക്കുക. ഇതാണ് നമ്മളിവിടെ വായിക്കുന്നത്. എന്തൊരു റെവലേഷനാണ് ഇത്! പഠിച്ചാൽ തീരുവോ? അപ്പോൾ
ആ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു ഭക്തിയോടെ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ദൈവം നൽകിയിരിക്കുന്ന ഒരു കാര്യം എന്താണ്? അവിടുത്തെ ദിവ്യശക്തി. തീർന്നിട്ടില്ല. അവയാൽ നമുക്ക് വിലയേറിയതും അതിമഹത്വവുമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. തീർന്നിട്ടില്ല. കർത്താവ് നമുക്ക് ഭക്തിയോടെ ജീവിക്കുവാൻ കാര്യങ്ങൾ തന്നിരിക്കുന്നത് എന്താണ്? അതിമഹത്തേറിയ എന്താണ്? വാഗ്ദത്തങ്ങൾ, പ്രോമിസുകൾ. മുന്നമേ എൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പീൻ, അതോടുകൂടി ഇതൊക്കെ ലഭിക്കും. ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കുക. യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. അതിമഹത്തേറിയ വാഗ്ദത്തം ദൈവം നമുക്ക് നൽകിയിരിക്കുക. എത്ര വാഗ്ദത്തങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിലുണ്ട്. അതൊക്കെ നമ്മുടെയാണ്. എന്തിനാണ് ഇതൊക്കെ തന്നിരിക്കുന്നത്? ഇതൊക്കെ നമ്മൾ നേടിയെടുത്തതാണോ? അല്ല. എന്താണ് എഴുതിയിരിക്കുന്നത്? ഇതൊക്കെ ഞാൻ നിനക്ക് തന്നതാ, ദാനമായി തന്നതാ, ഒരു ഗിഫ്റ്റായിട്ട് ഞാൻ നിനക്ക് തന്നതാ. എന്തിന്? ആമേൻ, സ്തോത്രം, ആമേൻ, ഹല്യ, ഭക്തിക്ക് വേണ്ടിയത്, ജീവനും ഭക്തിക്കും വേണ്ടുന്നതാണ് ഞാൻ തന്നത്. ഇത് ദൈവം നമുക്ക് തന്നതാ. അവസാനത്തെ കാര്യം, ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. 5ാം കാര്യം ദൈവം നമുക്ക് നൽകിയത് ദിവ്യ സ്വഭാവമാണ്. നമുക്കുള്ള പ്രത്യേകതയാണ് നമുക്കൊരു ദിവ്യ സ്വഭാവമുണ്ട്. ദൈവം തന്നതാണ്. മറ്റുള്ള ആൾക്കാർക്കതില്ല. അവർക്ക് നാച്ചുറലായിട്ടുള്ള അല്ലെങ്കിൽ ജഡികമായ സ്വഭാവമേ ഉള്ളൂ. പക്ഷെ വീണ്ടും ജനിച്ചു കഴിഞ്ഞപ്പോൾ, രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ദൈവം പുതിയൊരു ഹൃദയം നമുക്ക് തന്നു. ദൈവാത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നു. നമുക്ക് എന്ത് തന്നു? ഒരു ദിവ്യ സ്വഭാവം തന്നു. പ്രൈസ് ഗോഡ്. ഇതൊക്കെ ദൈവം നമുക്ക് നൽകിയിരിക്കുക. അന്നപ്പോൾ അടുത്ത കാര്യങ്ങൾ 5ഉം 6ഉം പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്തങ്ങളാണ്. ഇതൊക്കെ ദൈവം നമുക്ക് നൽകിയപ്പോൾ ചില ഉത്തരവാദിത്തങ്ങൾ നമുക്കുണ്ട്. അതെന്താണ്? അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച്. ഏത് നിമിത്തം തന്നെ? ഈ പറഞ്ഞിരിക്കുന്ന ദാനങ്ങൾ ദൈവം നിങ്ങൾക്ക് നൽകിയത് കൊണ്ട്. എന്ത്? ദിവ്യ സ്വഭാവം തന്നിട്ടുണ്ട്, വാഗ്ദത്തങ്ങൾ നൽകിയിട്ടുണ്ട്, ദിവ്യ ശക്തി നൽകിയിട്ടുണ്ട്, ദൈവം വിളിച്ചിട്ടുണ്ട്, ഹല്ലേലൂയ, ദൈവം ഹല്ലേലൂയ വിശ്വാസം നൽകിയിട്ടുണ്ട്. ഇതൊക്കെ ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുകയാണ്. എന്ത്? ദാനമായിട്ട്. ഇതൊക്കെ ഉപയോഗിച്ച് നിങ്ങളുടെ ഉത്തരവാദിത്വം എന്താണെന്നറിയാവോ? അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും, ഇന്ദ്രിയജയോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവിൻ. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ഫോർ ദിസ് വെരി റീസൺ ഓൾസോ അപ്ലൈയിങ് ഓൾ ഡിലിജൻസ്. ചില ട്രാൻസ്ലേഷൻ എഴുതിയിരിക്കുന്നത് അപ്ലൈ ഓൾ എഫോർട്ട്. നമുക്കൊരു എഫോർട്ട് എടുക്കണം. നമുക്ക് എന്താ പറയുക, നമ്മുടെ ഭാഗത്തിൽ നിന്നും ഒരു പ്രതികരണം ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. എത്ര ഉയരത്തിൽ വേണമെങ്കിലും നമുക്ക് ആത്മീയമായി വളരാം. എത്ര ഉയരത്തിലും. കാരണം ക്രിസ്തു എന്ന തലയാണ് അവിടെ വെച്ചിരിക്കുന്നത്. അത്രത്തോളം അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സോഴ്സിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുക. എത്ര ഉയരത്തിൽ വേണേലും ആത്മീയമായി നമുക്ക് വളരാൻ പറ്റും. ഹല്ലേലൂയ. ഈ ദൈവം തന്നിരിക്കുന്ന ഈ റിസോഴ്സസ് ഉപയോഗിച്ച് ഞാൻ ഓടിച്ച് തീർക്കുകയാണ്. ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നു എങ്കിൽ, ഈ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടായി വർദ്ധിക്കുന്നു എങ്കിൽ, നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരും ആയിരിക്കുകയില്ല. അപ്പോൾ അതിൻ്റെ പ്രയോജനം പറയുക, നിങ്ങൾ പ്രയോജനമില്ലാത്തവരായി പോകത്തില്ല, നിഷ്ഫലന്മാരുമായത്തില്ല. ഈ കൃപകളൊക്കെ ദൈവം നിങ്ങൾക്ക് തന്നതുകൊണ്ട് ഇതൊക്കെ ഉപയോഗിച്ച് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ, വീര്യത്തോട്, പരിജ്ഞാനത്തോട്, ദൈവസ്നേഹത്തോട്, സഹോദരപ്രീതിയോട് ഇതൊക്കെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾ ഒരിക്കലും പ്രയോജനമില്ലാത്തവരായി പോകത്തില്ല എന്നാണ്. നിങ്ങൾ ഫലമുള്ളവരായി തീരുമെന്നാണ് പറയുന്നത്. പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനും തന്നെ. ഞാൻ പോയിക്കൊള്ളട്ടെ. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിക്കുവിൻ. എന്ന് വെച്ചാൽ ദൈവം നിങ്ങളെ യഥാർത്ഥമായി വിളിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. എങ്ങനെ പരിശോധിക്കാൻ പറ്റും? എന്നെ ദൈവം എങ്ങനെ വിളിച്ചു എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അവൻ്റെ ഫലത്താൽ തിരിച്ചറിയാൻ പറ്റും. ഒരു വൃക്ഷത്തെ അവൻ്റെ ഫലത്താൽ തിരിച്ചറിയാൻ പറ്റും. നിങ്ങൾ ഏതെങ്കിലും ഒരു വൃക്ഷം കണ്ടിട്ടുണ്ടോ? നല്ല വൃക്ഷമാണ്, കായ്ക്കുന്നത് സ്ഥിരമായിട്ട് ചീത്ത ഫലങ്ങളാണ്. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? നല്ല വൃക്ഷമാണ്, കായ്ക്കുന്നത് എപ്പോഴും ചീത്തയായിട്ടുള്ളതാണ്. പക്ഷെ വേറൊരെണ്ണം കായ്ക്കുന്നത് എപ്പോഴും നല്ല ഫലങ്ങളാണ്, പക്ഷെ വൃക്ഷം ചീത്തയാണ്. അതും കണ്ടിട്ടുണ്ടോ? അതാരെങ്കിലും കണ്ടിട്ടുണ്ടോ? അങ്ങനെ കാണാൻ പറ്റത്തില്ല.
നല്ല വൃക്ഷത്തിൽ നിന്ന് നല്ല ഫലമേ പുറപ്പെടുവിക്കാൻ കഴിയൂ. ആകാത്ത വൃക്ഷത്തിൽ നിന്ന് ആകാത്ത വൃക്ഷമേ എന്ത് പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കിക്കൊള്ളണം. ഈ ആത്മീയ ഫലങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ടോ, അത് വളരുന്നുണ്ടോ എന്ന് സൂക്ഷിക്കണം, പരിശോധിക്കണം, എക്സാമിൻ ചെയ്യണം. വഞ്ചിക്കപ്പെട്ടു പോകരുത്. ഹല്ലേലൂയ. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി, അതൊരു പ്രത്യേക പദമല്ലേ, നിത്യ രാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. നമുക്കറിയാം, നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്വർഗത്തിൽ പോകുന്നത് നമ്മുടെ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലല്ല എന്ന് അറിയാം. വിശ്വാസത്താലാണ് നമ്മൾ നീതീകരിക്കപ്പെടുന്നത്, ഇല്ലേ? കർത്താവ് എനിക്ക് വേണ്ടി ചെയ്ത തൻ്റെ കാൽവരിയിൽ എനിക്ക് പകരമായി അവിടുന്ന് ശിക്ഷ അനുഭവിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ സ്വർഗപ്രവേശനം പോലും. പക്ഷേ ഇവിടെ പ്രത്യേക ഒരു പദം എഴുതിയിരിക്കുകയാണ്. എന്ത്? ആമേൻ, സ്തോത്രം. നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കുക. അതിൻ്റെ അർത്ഥമെന്ന് വെച്ചാൽ അവിടെ എത്തുമ്പോൾ ഒരു ഹോണറബിളാകുന്ന ഒരു വെൽക്കം, ഒരു വളരെ മഹത്വകരമായ ഒരു വരവേൽപ്പ് നിങ്ങൾക്ക് അവിടെ ലഭിക്കണമെങ്കിൽ അത് ഈ ഭൂമിയിൽ ജീവിക്കുന്ന ജീവിതത്തിന് അനുസൃതമായിരിക്കും. പ്രൈസ് ഗോഡ്. എല്ലാവർക്കും ഒരുപോലെ പ്രതിഫലം അവിടെ ലഭിക്കുകയില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ ഒരു മഹത്വപൂർണമായ ഒരു പ്രവേശനമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, ആമേൻ, സ്തോത്രം, ഈ വചനപ്രകാരം നമ്മളെ ക്രമീകരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തി, ആമേൻ, ജീവിതത്തിലെ കുറവുകളെ ഏറ്റുപറഞ്ഞ് വിശുദ്ധീകരണം പ്രാപിച്ച് ആത്മീയ ഫലങ്ങളെ പുറപ്പെടുവിച്ച് വളർത്തി ദൈവത്തിൻ്റെ സ്വരൂപത്തിന് അനുരൂപരായി തീർന്ന് അവിടെ എത്തുമ്പോൾ ഒരു വലിയ മഹത്വകരമായ ഒരു വെൽക്കം സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകും. അപ്പോൾ ആ നിത്യതയുടെ വെളിപ്പാടിൽ വേണം നമ്മളിവിടെ ജീവിക്കാൻ. എന്നെ സംബന്ധിച്ച് ഞാൻ ജീവിതത്തിൽ ഒരു 1-2 വട്ടമെങ്കിലും ദിവസം കർത്താവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ ഞാൻ എന്നെ തന്നെ കാണും. ഹല്ലേലൂയ. നിങ്ങൾക്കത് ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളും ആ ചിന്ത നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും വരുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എപ്പോഴും ആ ഒരു ബോധ്യം നിങ്ങളെ ഭരിക്കണം. ഞാനൊരു ദിവസം എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുവാനുള്ളതാണ്, അക്കൗണ്ട് കൊടുക്കാനുള്ളതാണ്. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം അത് ഞാൻ നിവർത്തിക്കണം. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഓട്ടം എനിക്ക് സ്ഥിരമായി ഓടണം. എന്നെ സംബന്ധിച്ച് എൻ്റെ കർത്താവിനോട് ചേർന്നിരിക്കുന്നതാണ് എനിക്ക് ഏറ്റവും സന്തോഷമുള്ളത്. മറ്റുള്ള കാര്യമൊന്നുമല്ല. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം, എന്നെ സ്വർഗത്തിൽ പോകുന്നത് പോലും അല്ല എൻ്റെ വിഷയം. എനിക്ക് കർത്താവിനെ കൂടുതൽ അറിയുവാനും എൻ്റെ കർത്താവ് എവിടെ ഇരിക്കുന്നോ അവിടെ ഞാൻ ആയിരിക്കുവാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. എൻ്റെ ദർശനത്തെ ക്രിസ്തുവിൽ നിന്ന് മാറ്റിക്കളയാൻ ഞാൻ ഒരു കാരണവശാലും ഞാൻ അനുവദിക്കത്തില്ല. എന്നെ ജീവിപ്പിക്കുന്നത് ക്രിസ്തുവാണ്. എന്നെ സന്തോഷിപ്പിക്കുന്ന എൻ്റെ പ്രാർത്ഥനയിലൊക്കെ എനിക്ക് എൻ്റെ കർത്താവിനെ കൂടുതൽ അറിയുവാനും ദൈവമേ എനിക്ക് അങ്ങേ അറിയണം. ഞാൻ തൃപ്തനല്ല. ഞാനിത് കണ്ടത് എനിക്ക് പോരാ, എനിക്ക് ഈ ആത്മാവ് പ്രാപിച്ചത് പോരാ, എനിക്ക് നിന്നെക്കുറിച്ച് അറിഞ്ഞത് പോരാ, എനിക്കിനി വീണ്ടും വേണം, എനിക്ക് ദാഹിക്കുന്നു, എനിക്കിത് വേണമെന്ന് പറയുന്നവൻ്റെ മേലാണ് ദൈവത്തിൻ്റെ കൃപ അവൻ ചൊരിക്കുന്നത്. ആത്മാവിൽ ദരിദ്രരായവർ മാത്രമാണ് ഭാഗ്യവാന്മാർ. അപ്പോൾ അങ്ങനെ ഒരു ജീവിത ശൈലിയും ഒരു കാഴ്ചപ്പാടിലും മുന്നോട്ട് പോകുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വചനത്തിൽ നിന്നിരിക്കുന്നു. ഈ അവസരം തന്ന ദൈവദാസനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും.